ഇനി കുറച്ച് വർത്തമാനം യുദ്ധത്തെക്കുറിച്ചാവാം. അലി ഖംനായിയുടെ മരണത്തിൽ നിന്ന് തന്നെയാവാം തുടക്കം. വയസ്സ് 78 എന്തെങ്കിലും രോഗം വന്ന് ആശുപത്രി കിടക്കയിൽ കിടന്ന് മരിച്ചു പോകുമോ എന്ന് ഭയന്നിരുന്ന മനുഷ്യൻ. തൻ്റെ ഓരോ പ്രഭാഷണത്തിലും രക്തസാക്ഷിത്വത്തിനു വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന മനുഷ്യൻ. മരണത്തോടെ ജീവിതം അവസാനിച്ചു പോകും എന്ന ഒരു ഭീരുവിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഭീരുത്വമല്ല, മറിച്ച് മരണത്തോടെയാണ് മനുഷ്യൻ്റെ യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് എന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ കരുത്തും ആർജവവും ആ ജീവിതത്തിൽ എന്നും ഉണ്ടായിരുന്നു. ഇറാൻ്റെ സൈനിക മേധാവികളും ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകളും ഒന്നൊന്നായി കൊല്ലപ്പെടുമ്പോൾ അണ്ടർഗ്രൗണ്ടിലോട്ട് മാറാനും സുരക്ഷാ നടപടികൾക്ക് വിധേയമാകാനുമുള്ള ഇറാൻ അധികൃതരുടെ എല്ലാ ആവശ്യവും എല്ലാ അഭ്യർത്ഥനകളും നിരസിച്ചുകൊണ്ട് ധീരമായി ഇറാൻ ജനതയെ നയിച്ച മനുഷ്യൻ. 78 വയസ്സിലും അദ്ദേഹം ഒരു ഒന്നാം തരം കാമുകനായിരുന്നു. മരണത്തെ പ്രണയിച്ച, അതിനേക്കാൾ ഉപരി രക്തസാക്ഷിത്വത്തെ പ്രണയിച്ച കാമുകൻ. സാമ്രാജ്യത്വം ഇറാൻ്റെ 4 ചുറ്റും സൈനിക താവളങ്ങൾ ഒരുക്കി എല്ലാവിധ സമ്മർദ്ദങ്ങളും പ്രയോഗിക്കുമ്പോഴും അതിനെല്ലാം ധീരമായി നേരിടാൻ ഇറാൻ ജനതയെ പഠിപ്പിച്ച, അതിനെ മുമ്പിൽ നിന്ന് നയിച്ച ദിഷണാശാലി. ചർച്ചകളിൽ ഇറാൻ്റെ യുറേനിയം എൻറിച്ച്മെൻറ്റും ലോങ് റേഞ്ച് മിസൈലും വിഷയമാകണം എന്ന് പറഞ്ഞപ്പോൾ അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞെങ്കിൽ അതിൻ്റെ ആർജവം അലി ഖംനായി ആയിരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഇസ്രയേലിൻ്റെ ഭൂഗർഭ അറകളിലേക്ക്, ബോംബ് ഷെൽട്ടറുകളിലേക്ക് തുരന്നു ചെല്ലാൻ കഴിയുന്ന അത്യാധുനിക മിസൈലുകൾ സ്വന്തമായി വികസിപ്പിക്കാൻ ഇറാന് കഴിഞ്ഞുവെങ്കിൽ അതിന് നേതൃത്വം നൽകിയ നേതാവിനെയാണ് ഇറാൻ പരമോന്നത നേതാവ് എന്ന് വിളിച്ചത്. പോരാളികൾ മരിക്കുക ആശുപത്രി കിടക്കയിലായിരിക്കില്ല, യുദ്ധക്കളത്തിലായിരിക്കും. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ, ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയെ സ്വന്തം നാട്ടിൽ പോയി പിടിച്ചുകൊണ്ടുവന്ന് കയ്യാമം വെച്ച് അമേരിക്കൻ കോടതികളിൽ നിർത്തി ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റുകളെ മൊത്തം നാണം കെടുത്തിയ ട്രംപ് അലി ഖംനായിക്കെതിരെ പ്രയോഗിച്ചത് അത്യാധുനിക മിസൈലുകളായിരുന്നു. അത് പറയും എന്താണ് അലി ഖംനായി എന്നും എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നും. ധീരന്മാരായ പോരാളികളുടെ മരണത്തിലും ഉണ്ടാവും ആ സ്ഥൈര്യത്തിൻ്റെ, പോരാട്ട വീര്യത്തിൻ്റെ ഒരു രേഖാചിത്രം. യുദ്ധത്തിൻ്റെ മറ്റു വിഷയങ്ങളിൽ തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് സംസാരിക്കാം.